ടൂർ ഓപ്പറേറ്ററുടെ ക്രൂരത മൂലം വഴിയാധാരമായി മണ്ണാർക്കാട് കല്ലടി MES കോളേജിൽ നിന്ന് വിനോദയാത്ര പോയ കുട്ടികളും അധ്യാപകരും. മഞ്ഞുവീഴ്ച കാരണം യാത്ര മുടങ്ങിയിട്ടും വിദ്യാർത്ഥികൾക്ക് സംരക്ഷണമൊരുക്കാൻ ടൂർ ഓപ്പറേറ്റർമാർ തയ്യാറായില്ല. ഭക്ഷണം പോലും ലഭ്യമാക്കാതെയാണ് ടൂർ ഓപ്പറേറ്റർമാരുടെ ക്രൂരത. ടൂർ പാക്കേജിന്റെ ഭാഗമായാണ് 43 കുട്ടികളും 3 അധ്യാപകരും അടങ്ങുന്ന സംഘം മണാലിയിലെത്തിയത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് റോഡ് ബ്ലോക്കായതിനു പിന്നാലെ ടൂർ ഓപ്പറേറ്റർ വിദ്യാർത്ഥികളെ കൈയൊഴുകയായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ച മൂലം മണാലിയിൽ കുടുങ്ങിയ സംഘത്തിന് താമസ സൗകര്യമോ ഭക്ഷണമോ ലഭ്യമാക്കാൻ ടൂർ ഓപ്പറേറ്റർമാർ തയ്യാറായില്ല. സംഘത്തിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടും ഇവർ തിരിഞ്ഞു നോക്കിയില്ലെന്നും വിദ്യാർത്ഥികൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളോട് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് കരുതിയിട്ട് പാക്കേജിൽ നമുക്ക് റൂം റെഡിയാക്കി തന്നില്ല. ഒരുപാട് കുട്ടികൾ ഗേൾസ് പല കുട്ടികളും തല കറങ്ങിയിട്ടും ഒരുപാട് ബോധമില്ലാതായിട്ടൊക്കെ വീണ് പോവുക. അവർക്കൊരു ഒരു റൂം റെഡിയാക്കി കൊടുക്കാൻ, അവിടെ കടത്താൻ റിസപ്ഷനിൽ സോഫയിൽ ഞങ്ങൾ അവരെ കടത്തിയത്. പാക്കേജുകാർ മൊത്തത്തിൽ കൈവിട്ട് നിൽക്കുകയാണ്. അവർ റൂം എടുത്ത് അവർ പോയി കിടന്നുറങ്ങി. ഞങ്ങൾ ഇത്രയും പേര് 10-25 പേര് ഇവിടെ നിൽക്കുകയാണ്. ഇതുവരെ ഫുഡോ കാര്യങ്ങളോ നേരമാണ് കിട്ടിയിട്ടില്ല. ഓരോരുത്തർക്ക് വയ്യാതെയായി തല ഇറങ്ങാൻ തുടങ്ങി. വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പാക്കേജിന്റെ 75% തുക കൈപ്പറ്റിയ ശേഷമായിരുന്നു ടൂർ ഓപ്പറേറ്ററുടെ ക്രൂരത. വാഹന സൗകര്യമെങ്കിലും ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളോട് മോശം സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മഞ്ഞുവീഴ്ചയിൽ 3 ദിവസത്തോളമാണ് വിദ്യാർത്ഥികൾ മണാലിയിൽ കുടുങ്ങിയത്. 6 കിലോമീറ്ററോളം വാഹന സൗകര്യത്തിനായി മഞ്ഞിലൂടെ അലയേണ്ടി വന്ന വിദ്യാർത്ഥികൾ പിന്നീട് സ്വന്തം നിലയിൽ ദില്ലിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.